ഇന്ന് ഉറക്കമൊക്കെ എണീച്ച് ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ട്. ഇനി രാവിലെ പോയി കുളിച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോകണം. അപ്പോൾ രാവിലെ ഇനി പണി തുടങ്ങാം. അലാറം അടിച്ച് അതുകൊണ്ട് എണീച്ച് പെട്ടെന്ന് കുളിക്കാനുള്ള പരിപാടി നോക്കാം. കുളിച്ച് പോയിട്ട് തോർത്ത്, സോപ്പ്, ബ്രഷ് ഇത് എടുത്തുകൊണ്ട് നേരെ പോകും. ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ ഇത്രയും നേരം കയറി കിടന്ന് ഉറങ്ങിയതാണ് കുഴപ്പമായത്. നേരത്തെ എണീച്ചായിരുന്നതിൻ്റെ കുഴപ്പമില്ല. ഇന്ന് പോകണം കിസേസിൽ. അപ്പോൾ ഞാൻ നേരെ ബാത്റൂമിലോട്ട് പോകും. പോയിട്ട് അടച്ചിട്ടേക്കും. ബാക്കി വന്നിട്ട് കുളിയും ഇതെല്ലാം കഴിഞ്ഞു. കുളി കഴിഞ്ഞ് ബാത്റൂമിൽ പോകുന്നെല്ലാം കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് ഇടലും കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ ശ്രീമുഖത്തേക്ക് പോകാതെ പരിപാടി വെക്കുന്നു. സമയം പോയി. ചാർജും ഇല്ലായിരുന്നു. ആ സമയത്ത് അത് കുത്തി കിട്ടും. അടിപൊളിയായി സെറ്റായില്ലേ? ചീപ്പറിൻ്റെ ആവശ്യമില്ല. മതി. പൈസയൊക്കെ പറഞ്ഞു പുള്ളി പറക്കൊണ്ടൊക്കെയാണ് പോകുന്നത് ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. ചില്ലറ പുള്ളി പറക്കൊണ്ടൊക്കെ പോകുന്ന ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉള്ളതും വെച്ചൊക്കെ അങ്ങ് പോകും. വരും കറങ്ങിത്തിരി അങ്ങനെയൊക്കെ. ക്യാമറയ്ക്ക് ക്ലിയർ ഇല്ല. ഇതെന്ത് പറ്റി? ഇനിയിപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ആണ്. അയ്യോ, മുഖത്തിൻ്റെ അത്ര ക്ലിയർ ഉള്ളൂ. അത് മതി. അമ്മ ആരും പേടിക്കണ്ട. അത് ചാർജിന് കുത്തി വെച്ചേക്കും കേട്ടോ. അതാണ് സംഭവം. ഇനി സോക്സൊക്കെ ഇട്ടിട്ട് സമയം പോയി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ മാറ്റിയെടുക്കാം. ചാർജ് ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് ചാർജിന് കുത്തി വെച്ചത്. സോക്സ് കിട്ടി. ഷൂ നമ്മളെ സാധാ ഷൂ ഇട്ട് ഇൻ്റർവ്യൂ ഒന്നും എടുക്കാനും വേണ്ട. ഓൾറെഡി എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്നും എടുക്കാനും പറ്റില്ല. ചാർജർ മാത്രം എടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും കൊണ്ട് കുത്തിയിടാൻ പറ്റുമെങ്കിൽ അല്ലെ ഓഫായി പോകും. അപ്പോൾ ഷൂ ഇട്ട് നല്ല സെറ്റായി. അത് മതി. ആവശ്യം വളരെ ഉടുപ്പ് ചുളുങ്ങിയിരിക്കുന്നു. ഇതിനാണ് തേപ്പറങ്ങി കൊടുത്താരെങ്കിലും തിരക്കുന്നത്. ഇനിയൊന്നുമില്ല. ബാഗ് കൂടി ഇട്ടുകൊണ്ട് അപ്പോഴും വിടാം.
ബാഗിലൊന്നുമില്ല. പേഴ്സിൽ ചോദിച്ചത് ഓട്ടിച്ചേക്കുന്നുണ്ട്. നാളെ കിട്ടും. ചാർജ് ചെയ്യാനുണ്ട്. ചാവി റൂമിൻ്റെ ചാവി. അടുത്ത ഇൻ്റർവ്യൂ ചാർജർ എടുക്കും. സ്വിച്ച് ഓഫ് ചെയ്യും. എവിടെയെങ്കിലും ഒന്ന് കുത്തിയിടാൻ പറ്റുമെങ്കിലേ ഒന്ന് കുത്തിയിടാം. പറ്റായില്ലേ? ഇപ്പം കുളിച്ചിരിഞ്ഞുണ്ടോ എടുത്തിട്ട് വേറെ എന്തോ എടുക്കാൻ മറന്നതൊക്കെയാണ്. ഫോണും എടുത്ത് എല്ലാം എടുത്തു. ഓക്കെ, ലൈറ്റ് ഫാൻ അണച്ച് കതക് അടച്ച് അടുത്ത കതക് തുറന്ന് അടച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ലിഫ്റ്റ് അങ്ങോട്ട് ഇറങ്ങി. ലിഫ്റ്റ് ഇവിടെ വരട്ടെ. 5 രൂപ. ഇതൊക്കെയാണ് നമ്മളെ സ്ഥലങ്ങൾ. ലിഫ്റ്റ് വന്നു. ഇവിടെ വന്നു. ഇപ്പുറം വന്നു. തുറന്നു. ഒരു ഇന്റർവ്യൂലൊക്കെ കഴിഞ്ഞു അല്ലേ? വാച്ച് എടുത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞ എടുക്കാൻ പറഞ്ഞത്? വാച്ച് എടുത്തില്ല. അതിന് കുഴപ്പമില്ല. ഇങ്ങനെ പോകുക. ഒരുപാടുണ്ടോ? നല്ല വെയിലുണ്ടല്ലേ? അടിപൊളി. നല്ല വെയിലാണ്. നല്ല വെയിലുണ്ട്. അങ്ങ് വരെ ചാർജ് കിട്ടുമെന്ന് അറിയത്തില്ല. നടന്നു പോകാറുണ്ട് കുറെ. ഒരുപാട് നടക്കാറുണ്ട്. കുറച്ച് നടന്നതിന് ശേഷം ബസ് കയറി പോകണം. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ വീഡിയോ ഓണാക്കാം. കാര്യം വെച്ചാൽ ഇനി മൊത്തം വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനും ഉണ്ട്. മാത്രമല്ല ചാർജും തീരും. അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ ആ പാർക്കിൻ്റെ സൈഡിൽ കൂടിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, 2 ദിവസം മുമ്പ് ഞാൻ സൈക്കിളിൽ വന്നില്ലേ, അതേ പാർക്ക് സൈഡിൽ പോയി തന്നെ പോകുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ. കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടുന്ന് കുറേ ദൂരം അങ്ങ് പോകണം. അങ്ങ് വരെ നടന്നു പോകണം. അങ്ങ് വരെ നടന്ന് പോയതിന് ശേഷമാണ് അവിടുന്ന് ബസ്സിൽ പോകുന്നത്. ഇനി കുറച്ച് നടക്കണം. നടന്നതിന് ശേഷം ബസ്സിൽ കയറാൻ നേരത്ത് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് നടന്ന് ഏകദേശം കുറച്ചെത്തി. ഇനിയിപ്പോൾ ഈ പാലം കൂടി കഴിഞ്ഞ് വേണം റോഡിൻ്റെ അപ്പുറം നമ്മൾ ഇറങ്ങാനായിട്ട്, ബസ് കാത്ത് നിൽക്കാനായിട്ട്. അതുകൊണ്ട് ഇതാണ് പാലം. കണ്ടോ, ഈ പ്രദേശം നമ്മളങ്ങോട്ട് ഇറങ്ങി അത് കയറുന്ന ഒരു ഇതാണ്. അത് കയറി അപ്പുറം ഇറങ്ങണം. അപ്പുറം ഇറങ്ങിയതിന് ശേഷം ബസ് കാത്ത് നിൽക്കണം. ബസ് കാത്ത് നിൽക്കുന്നതാണ്. കയറ്റം കയറണം. അതുകൊണ്ട് ഇതാണ് ബസ് കാർഡ്. ഇവിടുന്ന് ദുബായിലോട്ട് പോകാനുള്ള ബസ് കാർഡ് ഇതാണ്. പൈസയൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് സ്ഥലങ്ങൾ. നമുക്ക് കാണുന്നുണ്ടോ? കുറച്ചങ്ങ് നടക്കാനുണ്ട്. ഇപ്പം ഏകദേശം പകുതിയായിട്ടുണ്ട്. നടന്ന് മേളിൽ കയറി.
മേളിൽ കയറിയിട്ട് ഇതൊക്കെയാണ് റോഡുകൾ, ഇവിടുത്തെ റോഡുകൾ. ഇത് ഷാർജയിലെ കിങ് ഫൈസൽ സ്ട്രീറ്റാണ്. ഇവിടെ ഉണ്ട് സഫീർ മാർക്കറ്റ്, കുറേ ഉണ്ട്. അവിടെയാണ് ബസ് കാത്തു നിൽക്കുന്ന കേന്ദ്രം. പിന്നെ ഇവിടെ എല്ലാം ഇത് കണക്ക് തന്നെ ഉണ്ട്, വണ്ടി വരുന്നുണ്ട്. ഇവിടെ എത്ര ട്രാക്കുണ്ട്? 3 ട്രാക്ക്, 4 ട്രാക്കുണ്ട്. അതിൽ 3 എണ്ണം കറക്റ്റായിട്ടുണ്ട്. പിന്നെ അപ്പുറം അവിടെ എഴുതിക്കുന്നുണ്ട് മജാസ് യൂണിവേഴ്സിറ്റി, ദുബായ്, ഡൽഹി, കുറേ ഉണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമ്മളിതുപോലെ അങ്ങ് ദൂരെ കാണുന്ന സ്ഥലത്താണ് ബസ് കാത്ത് നിൽക്കുന്നത്. ബസ് വെയിൽ വന്നപ്പോഴത്തേക്ക് വിയർത്തു. സ്ഥലങ്ങളൊക്കെ അടിപൊളിയല്ലേ. ഇവിടുന്ന് കുറേ ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ. കുറേ ദൂരം നടന്ന് ഏകദേശം ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് എത്താറായി. ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ബസ് ഇനി വരണം. ബസ് വരുന്നതിനാണ് ചടങ്ങ്. അത് അവിടത്തേക്ക് പോകുന്ന ഒരു ബസ്സുണ്ട്, അത് തന്നെ വരണം. അത് വന്നാലേ ശരിയാകത്തുള്ളൂ. വേറെ ബസ്സിൽ കയറിപ്പോയി കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. കിസൈസ് എന്ന് പറയുന്ന സ്ഥലത്താണ്, കിസൈസ്. അപ്പോൾ അവിടെയാണ് ആ കക്ഷി വരുന്നത്. നോക്കണം അവിടെ എവിടെയെങ്കിലും വണ്ടി വരുമോ. അവിടെ ഇങ്ങനെ പോയി. നല്ല വെയിലുണ്ട്, അതാണ് കുഴപ്പം. ടാക്സിയൊക്കെ വിളിച്ചോണ്ട് പോകും. ടാക്സിയൊക്കെ വിളിച്ചോണ്ട് കഴിഞ്ഞാൽ കാശ് കൊടുക്കണം. കൂടുതൽ കാശ് കൊടുക്കും. അതുകൊണ്ട് ഇതാണ് കണ്ടോ ബസ് സ്റ്റോപ്പ് അങ്ങോട്ടാണ്. ഇവിടെയാണ് ബസ് നിർത്തുന്നത്. വിയർത്ത് പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി കുളിച്ച് വെയിലത്തോട്ട് ഇറങ്ങിയല്ലേ, നല്ല വിയർത്ത്. ബസ് സ്റ്റോപ്പ് അവിടെ ഒരെണ്ണമുണ്ട്, അത് ദുബായ് ബസ്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് ഷാർജ ബസ്. ഷാർജ ബസ്സിൻ്റെ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ ഇതാണ് നമ്പറൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഉണ്ടോ ദുബായ് ബസ്സുണ്ട്, അത് അങ്ങ് പോകണം. അതിനി നടക്കാറുണ്ട്. നോക്കട്ടെ ദുബായ് ബസ് അങ്ങനെ എത്തുന്നത്. ഞാനിങ്ങനെ മുമ്പോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിനടുത്ത് വരാം. ബസ് സ്റ്റോപ്പിനടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോഴേ കാണാൻ പറ്റും. ഇവിടെ വരും ബസ്സൊക്കെ ഇഷ്ടം പോലെ വരും. വരുന്നു അങ്ങനെ എത്തുമെന്ന് നോക്കട്ടെ. ഞാനവിടെ ചെല്ലുന്നതിന് മുമ്പ് ബസ് പോകുമായിരിക്കും. അത് എവിടത്തേക്കാണ്? അത് ജബൽ അലി അബുദാബി എയർപോർട്ടാണ് കാണിക്കുന്നത്. എയർപോർട്ട് ടെർമിനലാണ് കാണിച്ചേക്കുന്നത്. എയർപോർട്ട് ടെർമിനലായിരിക്കും കാണിച്ചേക്കുന്നത്. കണ്ട് ഇതാണ് ബസ്. ഉണ്ട് ജബലലി, ഇതാണ് ബസ് സ്റ്റോപ്പ്. ദുബായ് ഇതുണ്ടോ ബസ് വന്ന് നിന്ന്. ബസ് സ്റ്റോപ്പിൽ കറക്റ്റായിട്ട് ബസ് വന്നു. നോക്കട്ടെ ഇനി ബസ്സിന് എപ്പോഴാണ് വരുന്നതെന്ന്. കുറച്ച് സമയം എടുക്കുന്നു. ഇതാണ് ദുബായ് ബസ്. ഉണ്ട് ദുബായിലെ ബസ്സുകൾ.
നല്ല രസമില്ല. ഇതാണ് ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വേണ്ടി ബസ് കയറി ഇറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. മെട്രോ ഒക്കെ കണ്ട? മെട്രോ, ഇത് സ്റ്റേഡിയം മെട്രോ. ഇതാണ് ദുബായിൽ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരുപാട് നടക്കാനുണ്ട്. ഇനി ഇവിടുന്ന് മെട്രോ കയറി മെട്രോയിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്ത് ഇറങ്ങണം, കിസൈസ്. അവിടെ ചെന്നിട്ട് അവിടെയാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടല്ലേ, അപ്പോൾ ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ നമ്മളത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് അത് കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ട് എടുത്തില്ലെന്നേ ഉള്ളൂ. ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ ഇത് നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നടന്ന്. ദുബായ് ബസ്. ഇതിപ്പം ദുബായിലാണ്. ഞാൻ ഷാർജ ചെയ്തപ്പോൾ ദുബായിൽ വന്നു. ദുബായിൽ വന്നിട്ട് ഇങ്ങനെ ഉണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കയറണം. ഇങ്ങനെ കയറിയിട്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മേളിൽ കൂടി കയറി അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് വേണം പോകാനായിട്ട്. പക്ഷെ അവിടെ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ക്യാമറ അടപ്പാവും. ശരിയാണ്. എങ്കിലൊക്കെ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നു. അപ്പോൾ അവർ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവത്തില്ല. പോകുന്നു. ഇനി ഒരുപാട് നടക്കാനുണ്ട്. ഇതുണ്ടോ, ഇത് മെട്രോയുടെയാണ്. മെട്രോയുടെ അവിടെ നിന്ന് കയറി ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി മേളിൽ പോകണം. ഷാർജയിൽ നിന്ന് ബസ് കൊണ്ട് അവിടെയാണ് നിർത്തിയിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം. ഇനിയും നടക്കാനുണ്ട് ഒരുപാട്. പെഡസ്ട്രിയനൊക്കെ കണ്ട കറക്റ്റായിട്ട് നമ്മൾ പെഡസ്ട്രിയനൊക്കെ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് കയറിയിട്ടാണ് അവിടെ പോകുന്നത്. അവിടെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് വീണ്ടും പോകാണ്ട്. സൈക്കിളൊക്കെ അടുക്കി വെച്ചേക്കുന്നുണ്ട്. സൈക്കിളിനൊക്കെ പ്രത്യേകം കണ്ട സ്വിമ്മിങ് ഇല്ല. സൈക്കിളൊക്കെ പ്രത്യേകം മെട്രോയിൽ പോകുന്നത്. എന്നാൽ ശരി, ഇനി അടുത്ത മെട്രോയിൽ കയറിയിട്ട് അടുത്ത സ്ഥലത്ത് പോകണം. അവിടെ ചെന്നിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാൻ. ഇൻ്റർവ്യൂ ഇവിടുന്ന് തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ശേഷം കുഴഞ്ഞു. ഇതാണ് മെട്രോ കയറി പോകുന്നത്. സ്റ്റെപ്പ് വഴി കയറി പോകണം മേളിൽ. പിന്നെ സ്റ്റെപ്പ് വഴി മേളിലോട്ട് കയറി പോകും. മെട്രോ സ്റ്റേഷൻ മേളിലോട്ട് കയറി പോയിട്ട് അവിടെ ചെന്നിട്ട് ഇത് കണ്ട സ്ഥലങ്ങളൊക്കെ കണ്ട അങ്ങാ പോകണ്ടുള്ളത് പോലെ അവിടെ എല്ലാം കാണുന്നിടത്താ പോകാനുള്ള. കണ്ട ഇങ്ങനെ ഒരുപാട് പോകാനുണ്ട്. സ്ഥലങ്ങളൊക്കെ കണ്ട. ഇങ്ങനെ അടുത്ത സ്ഥലത്ത് മെട്രോ വന്ന് ഇറങ്ങി. കിസൈസ് ഇതാണ് മെട്രോ. അന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നു. ഇനി ഇവിടുന്ന് തിരിച്ച് നടക്കണം. തിരിച്ചങ്ങോട്ട് നടന്നിട്ട് അവിടെയാണ് ഇൻ്റർവ്യൂ. ഏകദേശം സമയം 1 മണിയാണ്ടായി. ഏകദേശം 1 മണിയായി.
രാവിലെ 10 മണിക്ക് 10:30 തുടങ്ങിയതാണ്. 10:30 അവിടുന്ന് ഒരു ബസ് കയറിയതിന് ശേഷം അവിടുന്ന് വന്നിട്ട് ഇറങ്ങി കുറച്ച് നടന്നിട്ട് പിന്നെ മെട്രോ ഇറങ്ങിയതിന് ശേഷം പിന്നെ മെട്രോ ഇറങ്ങിയതിന് ശേഷം ബസ് പിന്നെ വീണ്ടും നടന്ന് അല്ലേ റോഡും ക്രോസ് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 500 മീറ്ററോളം നടക്കാനുണ്ട്. നല്ല വെയിലുണ്ട്, നല്ല വെയിൽ. നടന്നിട്ട് അവിടെ എവിടെയോ ആണ് ഓഫീസ്. നല്ല തിരക്കുണ്ട് ഇവിടെ എല്ലാം. ഇന്ന് ഏകദേശം കാറൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ട് ഇവിടെ. മൊത്തം കാറ് പാർക്ക് ചെയ്തിട്ടേക്കുന്നു. ഏത് ബിൽഡിങ്ങാണെന്ന് അറിയത്തില്ല. ഈ ബിൽഡിംഗ് ആണോ എന്നൊരു സംശയമുണ്ട്. ഇവിടെയാണെന്നൊന്ന് കയറി നോക്കാം. അല്ല, ഇതല്ല, ഒരു ഗ്രീൻ കളർ ബിൽഡിങ്ങാണ് മുമ്പ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കാണ് ഗ്രീൻ കളർ ബിൽഡിങ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് കുറച്ച് മുമ്പോട്ട് പോകാം. ഓക്കെ, അവിടുന്ന് ക്ഷീണിച്ച് വന്നിട്ട് ഒരു ചായ വാങ്ങി കുടിച്ചു. ചൂടത്ത് ചായ. അത് അവിടെ പോയിട്ട് ആളിനെ കണ്ടില്ല. പക്ഷേ കുറച്ച് താമസിച്ചേ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ വിചാരിച്ച് ഒരു ചായ വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചായ വാങ്ങി കുടിക്കുക. ഇവിടെ ഇരിക്കുക റെസ്റ്റോറൻറ്റ്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് മക്കളെ, കഴിഞ്ഞ് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഇപ്പോഴാണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇനിയിപ്പം തിരിച്ച് വീട്ടിലോട്ട് പോകണം. അതിനുവേണ്ടി നിൽക്കുന്നു. ബസ്സിൽ പോകണോ? നമ്മളൊരു കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്. ചിലപ്പം കൂട്ടുകാരൻ വരുമായിരിക്കും. അപ്പോൾ അവനോട്ട് പോകും. നോക്കട്ടെ. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഏകദേശമൊക്കെ സെറ്റായെന്ന് തോന്നുന്നു. 2-3 ദിവസത്തിനകം മിക്കവാറും പേപ്പർ വർക്കും ഉണ്ട്. ഇനിയിപ്പോൾ എൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ 2-3 ദിവസത്തിനകം പോകും. ഞാനിപ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ദുബായിലെ ബസ് സ്റ്റാൻഡ്. കണ്ടാ, ദുബായ് ബസ് സ്റ്റാൻഡ്. പക്ഷെ അടച്ചിട്ടേക്കുവാ. ഞാൻ നേരത്തെ വന്നായിരുന്നല്ലോ. നേരത്തെ വന്നപ്പോഴത്തേക്ക് അടച്ചിട്ടേക്കുവാണ്. കണ്ടാ, ഇവിടെ ആരുമില്ല. അങ്ങനെ ഏകദേശം റെഡിയായെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ഇനിയിപ്പോൾ നമ്മളൊരു കൂട്ടുകാരനെ വിളിച്ച് നോക്കാം. കൂട്ടുകാരൻ ഇവിടെ എവിടെയെങ്കിലും കാണും. ഇനിയും നടന്ന് മെട്രോയിൽ കയറി, മെട്രോ ഒന്ന് ബസ്സിൽ കയറി വീട്ടിൽ പോകണം. ഇതാകുമ്പോഴത്തേക്ക് കൂട്ടുകാരനെ വിളിച്ച് കഴിഞ്ഞാൽ അവ അങ്ങ് വരും. നോക്കട്ടെ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റോഡുകൾ. ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിക്കാം. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ ഇത് കഴിഞ്ഞു. ഏതാണ്ട് ഇത് പെഡസ്ട്രിയൻ ഇതിലെ കൂടെ ഇറങ്ങുവാണ്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീണ്ടും മെട്രോയിലോട്ട് കയറുവാണ്. മെട്രോയിലോട്ട് കയറി സ്റ്റേഡിയം പോകണം. ഇപ്പം കിസേസ് മെട്രോ സ്റ്റേഷനിലാണ് പോകുന്നത്. എന്നിട്ട് സ്റ്റേഡിയം പോകണം. സ്റ്റേഡിയം പോയിട്ട് അവിടുന്ന് അടുത്ത ബസ് കയറിയിട്ട് നേരെ വന്ന വഴിക്ക് ഷാർജയ്ക്ക് പോകണം. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും മെട്രോ വഴി കയറി, മെട്രോ ഇതിൽ കൂടി കയറി നേരെ അടുത്ത് ഇറങ്ങാൻ പോകും. മെട്രോയിൽ കയറി സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പോകും. മെട്രോ കാർഡ്. ഇതുവഴി പയ്യെ കയറുക, അടുത്തത് പോകുക. ഈ കാർഡാണ് വേണ്ടുള്ളത്. മെട്രോ ആൾക്കാരുണ്ടെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല.
ആൾക്കാരുണ്ടെങ്കിൽ ആൾക്കാർ പഞ്ഞിക്കിടും. അല്ല ഇവിടെ ഇവിടെ പഞ്ഞിക്കിടും നമ്മൾ ആൾക്കാർ. നമ്മൾ കുഴപ്പമൊന്നും മെട്രോ വരുന്നതാണ്. അതാണ് മെട്രോ സ്റ്റേഷൻ. മെട്രോ വന്നു വന്നാൽ പോയി. സ്റ്റേഡിയം 15ാമത്തെ സ്റ്റോപ്പാണ്. ഇതാണ് മെട്രോ സ്റ്റേഷൻ. 15ാമത്തെ സ്റ്റോപ്പ്. നോക്കട്ടെ വരുമോ. ഇനി അതിൻ്റെ അകത്തുനിന്ന് എടുക്കുന്നില്ല. അകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. മെട്രോ വരുമ്പോഴത്തേക്ക് നിർത്തും. അല്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ. പോകുമ്പോൾ അല്ല നമുക്ക് പറഞ്ഞുകൂടാ. ഇല്ലേ പറഞ്ഞുകൂടാ. الأبواب سوف تفتح من جهة اليمين. The next station is Dubai Airport Free Zone. ഇത് കണ്ട വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു ഇത് വേണം. വീണ്ടും കാർഡ് വെച്ചിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങും. പുറത്തോട്ടൊക്കെ നല്ല സെറ്റാണ് കാണുന്നത്. ഇത് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ. ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇതാണ് ലുലുവിൻ്റെ വലിയ നാട്. ഇതാണ് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ. ഇപ്പോൾ മേളിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി താഴെ പോയിട്ട് അവിടുന്ന് ബസ് കയറി അങ്ങ് പോകണം. ഇങ്ങനെ വെളിയിലിറങ്ങി ഇതാണ് മെട്രോ സ്റ്റേഷൻ. പുറത്തിറങ്ങി ഇതിലേക്കൂടെ നടന്ന് പയ്യെ അതാണ് സ്റ്റേഡിയം. കാണുന്നുണ്ടോ? അതാണ് സ്റ്റേഡിയം. മെട്രോ സ്റ്റേഷൻ. ഇതിലേക്കൂടെ നടന്ന് അവിടെ നിന്ന് ബസ് കയറിയിട്ട് തിരിച്ച് പോകണം. ഇനി ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇനി അടുത്ത് കഴിഞ്ഞാൽ ആട്ടും പിടിച്ചിട്ട് വേണ്ട. നമുക്ക് ഇനി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് ഞെക്കുക. റെഡാണ് കത്തി വെച്ചേക്കുന്നത്. അപ്പോൾ ഗ്രീൻ ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. എല്ലാവരും ഇറങ്ങി. പക്ഷേ നമ്മൾ ഗ്രീൻ ആകുമ്പോഴേ ഇറങ്ങത്തുള്ളൂ. ഓരോരുത്തർ സ്പീഡ് കാരണം ആവശ്യം കാരണം പെട്ടെന്ന് ഓടിപ്പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് ഇതാകുമ്പോഴത്തേക്കേ ഇറങ്ങത്തുള്ളൂ. എന്തുവാണ് ഗ്രീൻ. പിന്നെ ഷാർജയിലോട്ടല്ലേ പോകാനുള്ള. അപ്പോൾ അവിടെ നിന്ന് ഷാർജ ബസ്. ഷാർജ അല്ല, അത് ഷാർജ അല്ല, അത് വേറെ എവിടെയാണ് പോകുന്നത്. ഷാർജ ബസ് അവിടെ വേറെ. കാർഡ് ചാർജ് ചെയ്യാൻ പോകുകയാണ്. അങ്ങോട്ട് പോകുന്നതിന് കയ്യിൽ കാശില്ല. അപ്പം കാർഡ് ചാർജ് ചെയ്തേ പറ്റത്തുള്ളൂ. കാർഡ് ഇവിടെ ഇടുന്നത്. ഇവിടെ കാർഡ് വെക്കുമായിരുന്നു. ഇവിടെ കാർഡ് വെക്കുക. കാർഡ് ടോപ്പ് ബാലൻസ് 7 രൂപ. 1000 രൂപ കാർഡ് ടോപ്പ്. 10 ദിറംസ് പൈസ ഇവിടെ ഇട്ട് കൊടുക്കും. പൈസ എടുക്കുന്നത്
ഓ എടുത്ത് പൈസ പെട്ടെന്ന് എടുത്ത്. കാണാൻ വയ്യ, അതാണ് വിഷയം. ആ പൈസ ചാർജ് ആയിട്ടുണ്ട്. കാർഡ് എടുക്കുക, തരിക, കഴിഞ്ഞു. 17 രൂപ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഷാർജയ്ക്ക് പോകണം. ഷാർജയ്ക്ക് ഷാർജയ്ക്ക് വീണ്ടും പോകുക. സിഗ്നലായി ഇനി പോവുക. പോയി ബസ്സിൽ കയറുക. നമ്മൾ ഷാർജ ബസ്സിലോട്ട് കയറാൻ പോകുന്നു. ഷാർജ ബസ് ഇവിടെ കിടക്കുകയാണ്. നമ്മളിനി ഷാർജ ബസ്സിലോട്ട് കയറണം. ഇതിപ്പോൾ F22 ഇതെല്ലാം ദുബായ് ബസ്സുകളാണ്. ഓ അങ്ങ് ലാസ്റ്റ് കിടക്കുന്നു ഷാർജ ബസ്. ലാസ്റ്റ് കിടക്കുന്നു. ആ ലാസ്റ്റ് കിടക്കുന്ന ബസ്സാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത്. അതിൽ കയറിയിട്ട് നേരെ ഷാർജ അവിടെ എത്തുക. അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് കുറേ നടന്ന് പോകാനുണ്ട്. അവിടെ നിന്ന് ഏകദേശം കുറച്ച് നടക്കണം. ഒരു ഇൻ്റർവ്യൂവിന് പോയ പോക്കാണ്. ഇൻ്റർവ്യൂവിന് എവിടെ എല്ലാം പോയെന്നറിയാമോ? അവിടെ എല്ലാം പോയിട്ടാണ് ഇൻ്റർവ്യൂവിന് ഇങ്ങോട്ട് വരുന്നത്. ഈ വണ്ടിയിലാണ് നമ്മൾ കയറേണ്ടുള്ളത്. പോയിട്ട് വരുന്നവരെ പോകാം. ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതാണ് വണ്ടി. ഫ്രണ്ടിൽ പോകണമെങ്കിൽ ഫ്രണ്ടിൽ കാണാൻ പറ്റും. ഇതാണ് ഷാർജ അല്ല ദുബായ് ബസ്. ഏറ്റവും ബാഗിൽ പോവാം. ഫ്രണ്ടിൽ പോയല്ലേ. വണ്ടിയുടെ രണ്ട് ഇതുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ വന്നിരിക്കുകയാണ് ഷാർജയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതിലാരും ഇല്ല, ഇതിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനും വേറൊരു അങ്കിളും മാത്രമേ ഉള്ളൂ. ആൾക്കാർ വരുത്തതേ ഉള്ളൂ.
ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് റോഡ് കാണിച്ചു തരാം. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുനിന്ന് നേരെ ഷാർജയിലോട്ട് പോകുന്നു. ദുബായിൽ നിന്ന് ഷാർജയിലോട്ട് പോകുവാണ്. ഇന്നൊരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുഴഞ്ഞ് ഊപ്പാട് വന്നു. ഇവിടെ എല്ലാം പോയെന്നറിയാവോ, എത്ര വണ്ടി കയറിയെന്നറിയാവോ. പിന്നെ മെട്രോ 2 വട്ടമാണ് മെട്രോ കയറി. ബസ് എന്തായാലും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് റെഡിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഇവിടെയും എന്തോ പറ്റിയില്ല, ഇവിടെ നിന്നും തിരിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയാണ്. കഴിഞ്ഞ വട്ടം കുറേ നാളിന് ശേഷം ഉണ്ടല്ലോ ഏറ്റവും ടോപ്പിൽ ഇവിടെ വന്നിരിക്കുന്നത്. മുമ്പൊരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരുന്നത്. ഇപ്പോഴും അതേ കണക്ക് തന്നെ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് റോഡ് കാണിച്ചു തരാം. റോട്ടിൽ ആ സ്ഥലങ്ങൾ മെട്രോ പോകുന്നുണ്ട്, മേളിൽ കൂടി മെട്രോ പോകുന്നുണ്ട്. കണ്ട മെട്രോ വേണ്ട. ഇനി ഞാൻ വണ്ടി എടുക്കാൻ നേരത്തെ ഇവിടുന്ന് അങ്ങോട്ട് കാണിച്ചു തരാം. ഇവിടെ ബസ് സ്റ്റോപ്പാണ്. ഇവിടുത്തെ ക്യാമറ തിരിക്കണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ബിന്ദു ആക്കണം. നോക്കട്ടെ. കണ്ട് ഈ കിടക്കുന്നുണ്ട്, ഇതാണ് ദുബായ് ബസ്സിൻ്റെ ബാക്ക് സൈഡ്. പിന്നെ അതുകൊണ്ട് അത് റോഡ്, അതാണ് നമ്മൾ വന്ന് ഇറങ്ങിയ മെട്രോ സ്റ്റേഷൻ, സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ. അതുകൊണ്ട് ഒരു ദുബായ് ബസ് കിടക്കുന്നത് കണ്ട. ആ ഡബിൾ ഡെക്കർ കണ്ട, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കണ്ട, മേളിലാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. പിന്നെ പ്ലെയിൻ പോകുന്നുണ്ട്, പ്ലെയിൻ കാണാമോ, ഉപകരണം പോകുന്നു ഉണ്ട്. അവിടെ നിന്നൊരു പ്ലെയിനും പോകുന്നു. അത് തൊട്ടടുത്ത് എയർപോർട്ടാണ്, എയർപോർട്ട് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നോക്കട്ടെ. വണ്ടി നമ്മളെ ഡോർ അടച്ച് ഇനി പോകുവാന്ന് തോന്നുന്നു. പോകുകയാണെന്നുണ്ടെങ്കിൽ റോഡ് എടുക്കാം. പോവുകയാണോന്ന് അറിയത്തില്ല. അതിൽ കറക്റ്റ് സ്ഥലമാണ് വന്ന് ഇരുന്നത്. ആ പോകുന്ന വണ്ടി F24 കിസൈസിൽ പോകുന്നതാണ്. കിസൈസിൽ നമ്മളത് ഷാർജയിലോട്ട് പോകുന്നത്. നമ്മളെ വണ്ടി എടുക്കാൻ പോവുകയാണോ എന്നറിയത്തില്ല. എത്ര പേരുണ്ട് വണ്ടിയിൽ? വണ്ടിയിലാകപ്പാട് നമ്മൾ 2 പേരെ ഇതിലുള്ളൂ മേളിൽ. താഴെ ആരെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല. ഡ്രൈവർ കാണുമായിരിക്കില്ലേ. പോകുന്നില്ല, പോയി കഴിയുമ്പോഴത്തേക്ക് എടുക്കാം. മെട്രോ കണ്ടത് ദുബായ് ബസ് സ്റ്റോപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും പറ്റുന്നുണ്ട്. ആ ബസ്സിൻ്റെ അകത്ത് ഇങ്ങനെയാണ്. മെട്രോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബസ് അതാണ് വിളിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ബസ്സുകളുണ്ട്. ദുബായ് ബസ് കണ്ടോ, ഇത് ലുക്കൊന്ന് വേറെ തന്നെ അല്ലേ. അടുത്ത ബസ് വരുന്നു. ബസ്സുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് വന്നത് നടന്ന മെട്രോ ബസ് ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. ബസ് ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയേനെ. പോകുന്ന റൂട്ടെല്ലാം കറക്റ്റായിട്ട് കിട്ടിയേനെ. അത് മേലിരുന്നായതുകൊണ്ടല്ലേ കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിരുന്നത്. നോക്കട്ടെ പോകുന്ന റൂട്ട് എത്ര മണിക്കാണ് എടുക്കുന്നത്. 5 മണിക്കല്ലേ. അപ്പോൾ ടൈമുണ്ട്. ഇപ്പോൾ എടുക്കുമെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഓടി വരുന്നുണ്ട് അങ്ങനെ ഷാർജ ബസ്സിൽ പോകാൻ. ഇതാ വരുന്നു, ഒരു ബസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ലുലു ഇല്ലേ, ലുലു സ്റ്റേഡിയം എല്ലാം ഉള്ള സ്ഥലമാണ്.
ബസ് വന്നിട്ടില്ല, നമ്മളെ പറ്റിച്ചു. അങ്ങനെയാണ് നമ്മുടെ ബസ് അവിടെ നിൽക്കുന്നത്. ഒരു ബസ് പോയപ്പോഴത്തേക്ക് അടുത്ത ബസ് അവിടെ കൊണ്ടിട്ട് കണ്ട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബസ് തീർക്കിട്ട് എടുത്തില്ലാണ്ട് അടുത്തത് പോകുന്നു. മേടിൽ കൂടി മെട്രോ പ്ലെയിനും കൂടി പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു. നേരത്തെ പോയിരുന്നു പ്ലെയിൻ. വണ്ടി വളഞ്ഞു വരണം. നമ്മളെ വണ്ടി വളഞ്ഞു വരാൻ പാടില്ല. വണ്ടി എടുത്തിട്ടുണ്ട്. നേരെ ഷാർജയിലോട്ട്. شوف الظهر شو طلع صح
വണ്ടിയുടെ ठीक है भाई, ठीक डन है। कल फिर हम आएंगे भाई 8:30 बजे तक। ठीक है। حكيته تبع إقامة عندي اثنين الساعة بحاول يجددوا لي. حكيته أو بحاول يجدد لي. اتفقت إنه قال لي بعت له الأخ شوف الوضع. طب بس ليشوف الوضع شوي برد علي خبر فورا بخبر.
नीचे डैल मिलते हैं 8:30 बजे के बाद पहुँचने में प्लेटफॉर्म पर।
fulani wamenieleza, lakini naona kueleweka. Sasa wameniambia hivi, salary wameniambia 1.5, lakini kwenye hiyo 1.5 ndio vile bado leseni yangu ya sira ile. Hiyo leseni ya sira kutoka wale kampuni ndio wanaiply. Sasa wao wakiapply hiyo leseni yangu ikitoka, wameniambia wataongeza 1.7. Unaelewa? Alafu sasa kwenye hiyo 1.7 hiyo itakuwa ni salary, ni leseni yangu ya sira ikitoka. Alafu kuna hii mambo ya kuchange visa, hiyo wamechange visa ikitoka wake wameniambia ni 1,300, alafu maybe kwa mia sita. Hiyo ambayo nilipia mwenyewe maana chote nimekuja 19. Sasa hiyo 19 itakuwa nikipata kwa mshahara wangu kila mwezi kama labda ni bango kama 50. Unaelewa? Kutoka hiyo 19. Kisha alafu ni contract ya miaka miwili. Wakaniambia nikisaini siwezi kutoka mpaka nimalize miaka miwili. Kama nikitaka kutoka labda baada ya mwaka nalipa tena. Unaelewa?
ഞാൻ എത്രയും ദൂരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമായി, എത്താറായിട്ടില്ല. കുറേ നേരമായി, എത്താറായിട്ടില്ല. പിന്നെ റോഡ് കാണാൻ വേണ്ടി ഇങ്ങനെ വീഡിയോ റോഡിൻ്റെ മാത്രം എടുത്തോണ്ടിരുന്നതാണ്. അതാവുന്നു സംസാരിക്കാൻ ഞാൻ നിങ്ങൾ കാണട്ടെന്ന് വിചാരിച്ചു. റോഡ് മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാണാൻ വയ്യ ഇപ്പോൾ. വെളിയിൽ പോയിട്ട് നോക്കുമ്പോൾ ക്യാമറയിലൊന്നുമില്ല. ഇപ്പോൾ പെട്ടെന്ന് വെളിയിലോട്ട് പോയിട്ട് വന്നിട്ട് ക്യാമറയിലൊന്നും കാണാൻ പറ്റുന്നില്ല. രാവിലെ ഒരു ഇൻ്റർവ്യൂവിന് പോയതാണ്, ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ എത്താറായി, കുറച്ചും കൂടി ഉള്ളു. കുറച്ചും കൂടി ആകുമ്പോഴത്തേക്ക് പോകും പറ്റും. അവിടെ എത്തി, മാക്സ് തിരിച്ച് മറ്റേ ക്യാമറ കാണിക്കത്തരാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളിനി അത് കാണും. മൊത്തം ഷോവായിരുന്നു. രാവിലെ പോയതിൻ്റെ ക്ഷീണം. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് മാത്രം പോകാനുണ്ടെന്നുണ്ടോ? ഒരുപാട് പോകാനുണ്ട്, അതാണ് വിഷയം. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളു. സിറ്റി സെൻറ്റർ എത്തി. സിറ്റി സെൻറ്റർ അത് കഴിഞ്ഞിട്ട് ഒരു പാലം കൂടി കയറി കഴിയുമ്പോഴത്തേക്ക് ഷാർജയായി. ഷാർജയിൽ കയറി ഇവിടെ സിനിമ ഷാർജ. ഞങ്ങൾ സിനിമ കാണാൻ വരുന്നത് ഇവിടെയാണ്, സിറ്റി സെൻറ്റർ ഷാർജ. ഇവിടെയാണ് സിനിമ കാണാൻ വരുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറം വേറൊന്നുണ്ട്, മെഗാ മാള്. അവിടെയും പോകും. ഇത് സിനിമയൊക്കെ അവിടെ വരും. നമ്മൾ ഇവിടെയാണ് പോയി കാണുന്നത്. അവിടെ സിറ്റി സെൻറ്റർ ഷാർജ. ബാക്ക് ക്യാമറ ഇടാം. ബാക്ക് ക്യാമറ ഇട്ടാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇവിടെ സിറ്റി സെൻറ്റർ ഷാർജ, കാരിഫോർ. ഇനിയിപ്പോൾ നമ്മൾ ദാണ്ട് ഈ പാലം കൂടി കയറി കഴിഞ്ഞാൽ നേരെ നമ്മൾ സൈറ്റിലോട്ടെത്തും. രാവിലെ നമ്മൾ പോയതിലേ കൂടെയാണ്. രാവിലെ ഇപ്പോൾ ബസ്സിൽ നിന്ന് എടുത്തില്ല, ഇതിപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ബസ്സിൽ നിന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഈ പാലം കയറി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തി കഴിഞ്ഞു. ഇനി ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ മതി, ഇറങ്ങി കൊടുത്താൽ മതി ബസ്സിൽ നിന്ന്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടല്ലേ, കണ്ടായിരുന്ന? ഇന്നലത്തെ വീഡിയോയിൽ ആ റൗണ്ട് അബൌട്ടാണ് ഇത്. നമ്മളിതുകൊണ്ട് ഇല്ല ബിൽഡിങ്ങിൽ ആ ബിൽഡിങ് കണ്ട, ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്നിട്ടാണ് ഇന്നലെ ഈ വീഡിയോ ഇട്ടത്. ഈ റോഡിൻ്റെ വീഡിയോ നല്ല റൗണ്ട് ചെയ്ത് വരുന്ന വീഡിയോ ഇന്നലെ ഇട്ടായിരുന്നല്ലേ. അത് അവിടെ ആ ബിൽഡിങ് കാണുന്നുണ്ട്. അതുപോലെ അങ്ങ് എന്ത് ചെയ്യുക, എക്സിറ്റ് എന്ന് എഴുതിയിരിക്കുന്ന അവിടെ, എക്സിറ്റ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അത് ഒരു എണ്ണം കാണുന്നുണ്ട് മേളിൽ. ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്നിട്ടാണ് ഇന്നലെ നമ്മൾ ഈ റോഡിൻ്റെ വീഡിയോ ഇട്ടത്. ആരെങ്കിലും കണ്ടായിരുന്നു ഇന്നലെ റൗണ്ട് കറങ്ങി വരുന്ന കുറേ? ആ റോഡാണിത്. മജാസ് ആൾക്കാർ അങ്ങോട്ട് കണ്ടോ, ആ കാണുന്ന വലിയ ബിൽഡിങ് കണ്ടോ? ആ കാണുന്ന വലിയ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്നിട്ടാണ് ഇന്നലെ നമ്മൾ ഈ റോഡിൻ്റെ ഫുൾ എടുത്തിട്ട്. ഓക്കെ, എനിക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്. ഇവിടെ ഈ സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്. ആരുമില്ലെന്ന് തോന്നുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ. സ്റ്റെപ്പ് ഇവിടെ വന്നിരിക്കാം. ബാക്ക് സീറ്റിൽ ആരുമില്ല. ഏരിയ എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ കൂടി പോയി ഇറങ്ങാം. അപ്പോൾ ഡ്രൈവർ അവനെ കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ അവിടെ നിന്നിട്ട്
ഇനി ഇറങ്ങാൻ നേരത്ത് ഈ കാർഡ് നമ്മളിതിൽ അടിക്കണം, എന്നാലേ പൈസ കട്ടാവുന്നത് കാണിച്ചു തരാം. ഇതിലെ കൂടെ മേളിൽ നമ്മൾ പോയത്. ഇപ്പോൾ ഉണ്ടോ, ഈ സ്റ്റെപ്പ് വഴിയാണ് മേളിൽ പോയത്. ടി വി ഒക്കെ ഉണ്ട് കേട്ടോ, സീനറിയാണ്. വണ്ടി അടിപൊളിയല്ലേ, ഫ്രണ്ട് പോയറാം. ഈ കാണുന്നുണ്ട് ചുവപ്പ്, അതിലാണ് നമ്മൾ ഇത് സ്കൈപ്പ് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് പൈസ കട്ടാക്കിക്കോളും, എടുത്തോളൂ ഇവർ. പക്ഷെ അത് നമ്മളെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഫൈനുണ്ട് കേട്ടോ. വീഡിയോ എടുക്കലൊന്നും എഴുതിയിട്ടില്ല. പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വീഡിയോ എടുത്താലാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അല്ലാതെ വീഡിയോ എടുക്കലൊന്നും ഒരു ഇതും എഴുതിയിട്ടില്ല. അത് കാര്യമായി. അങ്ങോട്ട് നിർത്തുമെന്ന് നോക്കും. നിർത്താറായില്ല, കുറച്ചും കൂടി ഉണ്ട്. ഇവിടെ എ സിക്ക് ഭയങ്കര തണുപ്പ്. ഇത് കണ്ട ക്യാമറ ഗ്ലാസ് പൊട്ടിക്കുന്നത്, ആ സാധനം ഇരിക്കുന്നത് എമർജൻസി എക്സിറ്റ്. ബാക്കിലൊക്കെ സെറ്റപ്പ്. ആള് കുറവ്, ആരും ഇല്ല. ഇതും വേറൊരു സ്റ്റെപ്പാണ് മേലോട്ട് കയറുന്നത്. നമ്മളിപ്പോൾ മേളിൽ നിന്ന് ഇറക്കി വന്നത്. ഇനി നമ്മൾ രാവിലെ പറഞ്ഞ ആ ഒരു സ്റ്റെപ്പ് ഇതുപോലെ അവിടെ കാണുന്നുണ്ടല്ല, അങ്ങ് ആ സ്റ്റെപ്പ് വഴി നമുക്കിനി കയറണ്ട. നമ്മൾ രാവിലെയാണ് ആ സ്റ്റെപ്പ് വഴി വന്നത്. ഇനിയിപ്പം അതുവഴി അങ്ങ് നടന്നു പോവാം. നമ്മളവിടെ എത്താറായി. ഒരു ദിവസം പോയി, ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ ഒരു ദിവസം പോവും. ബിൽഡിങ്ങുകൾ ഉണ്ടോ, ബിൽഡിങ്ങുകൾ ഒക്കെയാണ് ബിൽഡിങ്ങുകൾ. ആ സ്ഥലത്താറായി. ബസ് ഒതുക്കിയിട്ടേക്കുന്നു. അങ്ങനെ നമ്മൾ സ്ഥലമെത്തി. നമ്മൾ പോയ ബസ്സാണ് പോകുന്നത്. നമ്മൾ വന്ന ബസ് പോകുന്നു. നമ്മൾ വന്ന ബസ് പോയി. ഇനിയിപ്പോൾ എന്തോ ക്ലിയർ അല്ലേ, എന്ത് പറ്റി? അടുത്ത ബസ് പോകുന്നു. ഉണ്ടോ, നമ്മൾ രാവിലെ നടന്ന് കയറിയ പാലമാണത്. കയറിയാണ് അപ്പുറം പോയത്. നടന്ന് ഇനി തിരിച്ച് റൂമിലോട്ട് പോകുന്നു. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പോയി. സന്തോഷമായി. കുറേ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കുറേ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. ആ വീഡിയോ എല്ലാം കൂടി ഒരുമിച്ചാക്കിയിട്ട് ചിലതിൽ സൗണ്ടൊന്നുമില്ല. ആ റോട്ടിൽ കൂടി വന്നതിലൊന്നും സൗണ്ട് മിണ്ടാതിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആസ്വദിച്ച റോഡ് കാണട്ടെന്നും പറഞ്ഞു. വണ്ടി കിടക്കുന്ന ഇപ്പോഴും ശരി. മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റൂമെത്താറായി. ബാറ്ററി ചാർജ് ഒട്ടുമില്ല. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ റൂമിലെത്താനായിട്ട്. ഞാൻ നടന്നങ്ങ് പോയിട്ട് അവിടെ ചെന്നിട്ട് എല്ലാ വീഡിയോയും കൂടി ഒരുമിച്ചെടുത്തിടാം കേട്ടോ. അതാണ് ബെറ്റർ. ഇനി പയ്യെ നടന്ന് ഇനി ഒരു അരമണിക്കൂറുണ്ട് കൂടിയുണ്ട് നടത്താൻ. അരമണിക്കൂറും കൂടി ആകുമ്പോഴത്തേക്ക് നടന്ന് റൂമിലെത്തിയിട്ട് ഫോൺ ചാർജിന് വയ്ക്കും. ഒട്ടും ചാർജില്ല. ഫോൺ ചാർജിന് വെച്ചിട്ട് എല്ലാ വീഡിയോയും ഒരുമിച്ചെടുത്ത് സെറ്റ് ചെയ്യാം. കാര്യം ഇപ്പോൾ അവിടെ നിന്ന് രാവിലെ പോകാൻ നേരത്ത് ചാർജ് കുറവായിരുന്നു. അങ്ങനെ പിന്നെ വേറെ ഒരു കടയിൽ കയറിയിട്ട് ചാർജ് ചെയ്തത്. ഞാൻ ചാർജ് ചെയ്ത് ഒരു 30% ആയപ്പോഴത്തേക്ക് മറ്റേ കക്ഷി വന്നു. അയാളുമായിട്ട് എന്താണെന്ന് വെച്ചൊക്കെ പറഞ്ഞ് എല്ലാം ഇതായിട്ട് ഇങ്ങി പോരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം 10% ഇനിയുള്ളൂ. നേരെ അവിടെ ചെല്ലുക, ഫോൺ കുത്തിയിടുക, എന്തെങ്കിലും ഉണ്ടാക്കുക,
കഴിക്കുക, കുറച്ച് നേരം കയറി കിടന്നുറങ്ങുക, പിന്നെ മൊബൈലിൽ പോസ്റ്റ് ചെയ്യുക. നോക്കട്ടെ എന്തായാലും. ഇങ്ങനെയാണ് പോകുന്നത്. എന്താ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ അങ്ങ് പോകും. ഇപ്പം നടന്ന് നേരെ ചെല്ലുമ്പോൾ നമ്മൾ രാവിലെ നടന്നു വന്ന ഇതുവഴിയാണ്. ഏകദേശം 1 മണിക്കൂർ കൂടുതലുണ്ടെന്ന് തോന്നുന്നല്ലേ. നോക്കട്ടെ. അപ്പോൾ ശരി, ഓക്കെ. ഇനി അടുത്ത എവിടെയെങ്കിലും പോകുന്ന വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങൾ തരാം. ഓക്കെ, കാണുന്നവർക്ക് കാണാം, അല്ലാത്തവർക്ക് കാണാം. ആര് കണ്ടാലും കണ്ടില്ലേലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിനാണ് ഈ വീഡിയോ എടുത്തിട്ട് ഇതിലിടുന്നത്. ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് ഈ വീഡിയോ എടുത്ത് ഇതിടുന്നത് എൻ്റെ ഒരു സന്തോഷത്തിനാണ്. അറിയാമോ? ആര് കണ്ടാലും കണ്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. അതിപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ കണ്ട് ഒരെണ്ണം ഇട്ടപ്പോൾ ആരാണ്ട് ചോദിക്കുന്ന കേട്ട് ഞങ്ങളെന്തോ ദുബായ് കണ്ടിട്ടില്ല. കാണുക കാണാതിരിക്കുക അതെന്തോ അത് നമുക്കറിയണ്ട. വേണ്ട, ഇതാണ് നമ്മളെ പാർക്ക്. വീണ്ടും നമ്മൾ പാർക്കിലെത്തി. കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ പാർക്കിലെത്തി. കണ്ട അതുകൊണ്ട് അബൂഷകർ പാർക്കെത്തി. കണ്ട ഇതൊക്കെയാണ് സ്ഥലങ്ങൾ. ഒരു മണ്ണിക്കൂടി നടക്കാൻ അങ്ങനെ എത്തത്തില്ല. അതുകൊണ്ട് ഇന്നലെ നമ്മൾ പോയ പാർക്ക് അബൂഷകർ. ഇനി ഞാൻ അവിടെ ചെന്നിട്ട് മെസ്സേജ് അയക്കും. അല്ല, എല്ലാം കൂടി സെറ്റ് ചെയ്യാം. ഓക്കെ, ശരി. ഇനി കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാലേ വീണ്ടും വെള്ളം കുടിക്കേണ്ടി വരും. നേരത്തെ കുറേ രാവിലെ കിടന്ന് സംസാരിച്ച് വെയിലും കൊണ്ട് കടയിൽ പോയി വെള്ളം കുടിക്കേണ്ടി വന്നു. പറഞ്ഞെല്ലാം കേൾക്കാൻ പറ്റുമെന്തോ. ഞാൻ കുറേ സംസാരിച്ച് കേൾക്കുമെന്തോ. ആരെങ്കിലും ഇതിനൊക്കെ വട്ടാന്ന് ചുമ്മാ സംസാരിച്ചോളൂന്ന് വിചാരിക്കും. ആരും ഒന്നും ചിന്തിക്കണ്ട, അത് സ്ഥിരമുള്ളതാണ്. ശരി, ഇപ്പോൾ 2-3 വീഡിയോ ഇടുന്നതുകൊണ്ട് പോസ്റ്റ് ഇടാനൊക്കെ വലിയ പാട്. ഓക്കെ.